ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഒരു നെത്തോലി കുളമ്പ് ഉണ്ടാക്കാൻ പഠിച്ചാലോ. അതിനകത്ത് ആദ്യം കുറച്ച് നെത്തോലി നമ്മൾ പൊരിച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം ആ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് ഇതുപോലെ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് ഏകദേശം പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മളതിലോട്ട് കുറച്ച് അരിഞ്ഞ് വെച്ചിരുന്ന സവാള, ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ് നല്ലത്, സവാള ഇട്ട് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ഇടുന്നത് നല്ലതായിരിക്കും. സവാള നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. സവാള ഏകദേശം ഈ കളറൊക്കെ ഒന്ന് മാറി കിട്ടുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതും ചെറുതായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കീറിയത്, ടൊമാറ്റോ, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ 2 മുരിങ്ങക്കായും കൂടി ഇടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. മുരിങ്ങക്ക ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ മുരിങ്ങക്ക ഇട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് കുറച്ച് ഇളക്കി കഴിഞ്ഞ ശേഷം കുറച്ച് മസാലപ്പൊടികൾ, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം കുറച്ച് ആവശ്യത്തിന്, നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ട് എരിവൊക്കെ അത് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. അതിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിയുമ്പോൾ കുറച്ച് ചൂടുവെള്ളം, പച്ചവെള്ളം ഒഴിക്കരുത്, തിളപ്പിച്ച വെള്ളം ആ മസാല ഇരുന്ന പാത്രത്തിൽ ഒഴിച്ചതുകൊണ്ടാണ് ആ കളറ്. അത് ഒഴിച്ചിട്ട് തീനി കുറച്ച് കൂട്ടി വയ്ക്കുക. വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് ലേശം പഞ്ചസാര ആഡ് ചെയ്യും. കാരണം ആ ഉപ്പിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഗരം മസാല, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് കുറച്ച്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മസാല ഏതെന്ന് വെച്ചാൽ അത് ഇടാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. മസാല ആവശ്യത്തിന് അധികം ഇടരുത്, കുറച്ച് ആവശ്യത്തിന് മാത്രമേ ഇടാമുള്ളൂ മസാല. ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്ന് ഇത്തിരി ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന നെത്തോലി അതിലേക്ക് ആഡ് ചെയ്യണം. പക്ഷെ നെത്തോലി ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാത്ത ഇളക്കരുത്. നെത്തോലി ഇട്ടതിന് ശേഷം അത് നമ്മൾ ഇളക്കി മറിക്കാൻ പാടില്ല. നേരെ ഇട്ട് അത് ഉടഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉടയത്തില്ല. അതുപോലെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നേരെ ഒന്ന് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് അതിനടിയിലേക്ക് ഇറക്കി വയ്ക്കുക. കണ്ടോ? ഇനി ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ 2 കരിവേപ്പിലയും കൂടെ ഇടാം. നേരത്തെ ഇട്ടിട്ടുണ്ട് കരിവേപ്പില, ഇട്ടാലും നല്ല സ്മെല്ലായിരിക്കും. ഇനി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തീയൊക്കെ കുറച്ച് അടച്ച് വയ്ക്കണം. അതിൻ്റെ കൂടെ വേണമെങ്കിൽ അതിന് കുറച്ച് എണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേ ഇപ്പം നമ്മുടെ നെത്തോലി കുളമ്പ് റെഡിയായി നല്ല പരിവായിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് സർവ് ചെയ്യാം. കണ്ടോ? ഞാൻ ഇവിടെ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്. കപ്പയും നെത്തോലി കുളമ്പും കൂടെ നമുക്ക് കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റിയാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, നിങ്ങളുടെ കമൻറ്റ്, അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. കൂടെ നമ്മളൊന്ന് ഫോളോയും ചെയ്തോളൂ. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും നമ്മൾ ഇടുന്നതായിരിക്കും. കണ്ടോ? ആ കാണാൻ തന്നെ എന്ത് ഭംഗിയാ നോക്കിയേ. നെത്തോലി ഇതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയോ അതിന് വേറെ കറികളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഓക്കെ, ബൈ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.